ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നമ്മൾ കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു NCERT എടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കഴിഞ്ഞ 10th പ്രിലിംസ് എക്സാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ നടന്ന ചോദ്യങ്ങൾ മുഴുവനും ജിയോഗ്രഫി ചോദ്യങ്ങൾ ഫുള്ളും ചോദിച്ചിരിക്കുന്നത് NCERTയിൽ നിന്നാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന NCERT ആണ്. NCERT ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും എടുക്കുന്നില്ല. നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത്, അതായത് സ്കിപ്പ് ചെയ്യാതെ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ +1 ജിയോഗ്രഫിയിൽ ഫസ്റ്റ് വരുന്ന ഒരു യൂണിറ്റ് ആണ് ഇന്ത്യ സ്ഥാനം എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. അതധികം പഠിക്കാനായിട്ടില്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും NCERTയിൽ കുറച്ചധികം പോയിൻറ്റ്സും കൂടെ വരുന്നുണ്ട്, അതും നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഭൂപ്രകൃതി, ആ ഒരു ഭാഗത്ത് നിന്ന് നന്നായിട്ട് PSC ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഘടനയും ഭൂപ്രകൃതിയും അതുപോലെ തന്നെ നീരൊഴുക്ക് വ്യൂഹം, ഈ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ കാലാവസ്ഥ, നൈസർഗിക സസ്യജാലങ്ങൾ, മണ്ണ്, ഈ മണ്ണിൻ്റെ ഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതി ദുരന്തങ്ങളും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ ഒരു ആദ്യത്തെ 2 ചാപ്റ്ററാണ്. ഈ ഘടനയും ഭൂപ്രകൃതിയും ഇമ്പോർട്ടൻ്റ് ആണ്, നീരൊഴുക്ക് വ്യൂഹം ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ജിയോഗ്രഫി നമുക്ക് ബേസ് തൊട്ട് ഇന്ത്യ സ്ഥാനം തൊട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് പ്രധാനമായിട്ടും വരുന്ന നെക്സ്റ്റ് ചാപ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശിലകളും ധാതുക്കളും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വരുന്നുണ്ട്, അത് നമുക്ക് നോക്കണം. പിന്നെ അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ +2 ഒരു ഗതാഗതം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വരുന്നുണ്ട്, ആ ഒരു ചാപ്റ്ററും കൂടി നോക്കണം. ഓക്കെ, അതാണ് നമുക്ക് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ടത്. നമുക്ക് എല്ലാം അങ്ങോട്ട് വാരി വലിച്ച് പഠിക്കണമെന്നില്ല, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പഠിച്ചു പോകാം. കാരണം നമുക്ക് NCERT ആണെങ്കിൽ നമുക്കറിയാം SCERT തന്നെ കുറച്ചധികം പഠിക്കാനായിട്ടുണ്ട്. അതിനേക്കാളും കുറച്ചും കൂടി ഡീപ്പായിട്ടായിരിക്കും NCERTയിൽ വന്നിട്ടുണ്ടായിരിക്കാം. SCERTയിൽ പഠിച്ച കുറച്ച് പോയിൻറ്റ്സൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിൽ, എന്നാലും കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ചാപ്റ്റേഴ്സാണ് ഇതിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ NCERT ചാപ്റ്റേഴ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ 10th പ്രിലിംസിൽ ചോദിച്ച ചോദ്യങ്ങൾ ജിയോഗ്രഫിയുടെ സോഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, സയൻസ് 2 സ്റ്റേജിലും നടന്ന ചോദ്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം. കാരണം നമ്മളതിൽ ഓരോ ക്വസ്റ്റ്യനും ഏത് ഭാഗത്തു നിന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്നാണുള്ള SCERT ചാപ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിലാണെന്നുണ്ടെങ്കിലും 2 സ്റ്റേജിലും കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതും ആ ക്ലാസ്സും ഇട്ടിട്ടുണ്ട്, പോയി കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം. അതുപോലെ തന്നെ ഇഷ്ടപ്പെടാണ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു NCERT ചാപ്റ്റേഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട്, അതിനാലാണ് നമ്മൾ ഈ NCERT ചാപ്റ്റേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഇന്ത്യ സ്ഥാനം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇന്ത്യയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ വിവിധ തരം ഭൂപടങ്ങൾ നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ കണ്ടിരിക്കുമല്ലോ. ചിത്രം 1.1 തന്നിരിക്കുന്ന ഇന്ത്യയുടെ ഭൂപടം സൂക്ഷ്മമായി നിരീക്ഷിക്കുക. ഇന്ത്യയുടെ തെക്കേറ്റത്തെയും വടക്കേറ്റത്തെയും അക്ഷാംശങ്ങളും കിഴക്കേറ്റത്തെയും പടിഞ്ഞാറേറ്റത്തെയും രേഖാംശങ്ങളും അടയാളപ്പെടുത്തുക. നമുക്ക് കറക്റ്റ് SCERTയിൽ പറയുന്ന ഒരു പോയിൻറ്റ്സ് തന്നെയാണ് അല്ലേ. ഇതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ വടക്കും തെക്കൊക്കെ നോക്കാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയും അല്ലേ. ഇന്ത്യ എവിടെയാണ്, വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയും. കാശ്മീർ മുതൽ അതുപോലെ തന്നെ എന്താണ് തെക്ക് എവിടെയാണ്, കന്യാകുമാരി വരെയാണ് നീണ്ടു കിടക്കുന്നത്, നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താ പറയുന്നത്, കിഴക്ക് അരുണാചൽ പ്രദേശ് മുതൽ പടിഞ്ഞാറ് ഗുജറാത്ത് വരെയും. കിഴക്ക് അരുണാചൽ പ്രദേശ് എവിടെയാണ്, കിഴക്ക് ഏറ്റവും കിഴക്കേറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്, അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശും അതുപോലെ തന്നെ പടിഞ്ഞാറേറ്റത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്, ഗുജറാത്താണ് അല്ലേ. ഇങ്ങനെയാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യയുടെ മാപ്പ് എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്നതാണ്. തീരത്ത് നിന്നും 12 നോട്ടിക്കൽ മൈൽ കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്നതാണ്. തീരത്ത് നിന്നും കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്നതാണ്. ഇനി എന്താണ് സ്റ്റാറ്റ്യൂട്ട് മെയിൽ എന്ന് പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. സ്റ്റാറ്റ്യൂട്ട് മെയിൽ എന്ന് വെച്ചാൽ 63,360 ഇഞ്ചാണ്. നോട്ടിക്കൽ മൈൽ എന്ന് വെച്ചാൽ 72,960 ഇഞ്ചാണ്. 1 സ്റ്റാറ്റ്യൂട്ട് മെയിൽ ഏകദേശം 1.6 കിലോമീറ്റർ. 1 നോട്ടിക്കൽ മൈൽ ഏകദേശം 1.8 കിലോമീറ്റർ. ഇന്ത്യയുടെ തെക്കൻ അതിർത്തി ബംഗാൾ ഉൾക്കടലിൽ 6.45 ഉത്തര അക്ഷാംശം വരെ വ്യാപിച്ചു കിടക്കുന്നു.
ഇത്രയും വിശാലമായ അക്ഷാംശ രേഖാംശ വ്യാപ്തിയുടെ ഫലങ്ങൾ ഏതെല്ലാമെന്ന് നമുക്ക് വിശകലനം ചെയ്യാം. നമുക്ക് നോക്കാം. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തിയും രേഖാംശീയ വ്യാപ്തിയും ഏകദേശം 30 ഡിഗ്രി വീതമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ചെയ്തപ്പോൾ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തിയും രേഖാംശ വ്യാപ്തിയും തമ്മിൽ എത്ര ഡിഗ്രിയാണ് വീതം? എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ് അല്ലേ? അക്ഷാംശീയ വ്യാപ്തിയും രേഖാംശ വ്യാപ്തിയും എത്രയാണ്? 30 ഡിഗ്രിയാണ്. എന്നാൽ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള യഥാർത്ഥ ദൂരം എത്രയാണ്? 3214 കിലോമീറ്റർ ആണ്. SCERT-ലൊക്കെ പഠിക്കുന്ന ഒരു പോയിന്റ്സ് തന്നെയാണ് അല്ലേ? എന്താണ്? വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള നീളം നോക്കുകയാണെങ്കിൽ, ദൂരം നോക്കുകയാണെങ്കിൽ 3214 കിലോമീറ്ററും കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള ദൂരം എത്രയാണ്? 2933 കിലോമീറ്ററുമാണ്. എത്രയാണ്? 2933 കിലോമീറ്ററാണ് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള ദൂരം. അപ്പോൾ വടക്ക് മുതൽ തെക്കേറ്റാണെങ്കിൽ 3214, അതുപോലെ തന്നെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണെങ്കിലോ 2933 കിലോമീറ്ററാണ്. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയുള്ള വ്യത്യാസത്തിന് കാരണം പറയുന്നത് രണ്ട് രേഖാംശ രേഖകൾ തമ്മിലുള്ള അകലം ധ്രുവങ്ങളിലേക്ക് പോകും തോറും കുറഞ്ഞു വരുന്നു എന്നാണ്. രണ്ട് രേഖാംശ രേഖകൾ തമ്മിലുള്ള അകലം ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. എന്നാൽ രണ്ട് അക്ഷാംശങ്ങൾ തമ്മിലുള്ള അകലം എല്ലായിടത്തും ഒരുപോലെയാണ്. അപ്പോൾ എന്താണ് ഇവിടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമുക്ക് NCERT നോക്കിയപ്പോൾ മനസ്സിലായി. കറക്റ്റ് എന്താണ്? ഓരോ പോയിന്റും നമുക്ക് കളയാണ്ട് തന്നെ പഠിക്കണം അല്ലേ? കാരണം അതിൽ നിന്നൊക്കെയാണ് ചോദ്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട് രേഖാംശ രേഖകൾ തമ്മിലുള്ള അകലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധ്രുവങ്ങളിലേക്ക് പോകും തോറും എന്ത് ചെയ്യും? കുറഞ്ഞു വരും അല്ലേ? എന്നാൽ അക്ഷാംശ രേഖകളാണെന്നുണ്ടെങ്കിൽ വലിയ വ്യത്യാസം വരുന്നില്ല. രാജ്യത്തിൻ്റെ തെക്കുഭാഗം ഉഷ്ണമേഖലയിലും വടക്കു ഭാഗം ഉപോഷ്ണ മേഖല അഥവാ ഉഷ്ണമീതോഷ്ണ മേഖലയിലുമാണെന്ന് അക്ഷാംശ മൂല്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. രാജ്യത്തിൻ്റെ തെക്ക് ഭാഗം ഉഷ്ണമേഖലയിലും വടക്കു ഭാഗം എവിടെയാണ്? ഉപോഷ്ണ മേഖലയിൽ അല്ലെങ്കിൽ ഉഷ്ണമീതോഷ്ണ മേഖലയിലാണ്. രാജ്യത്തിൻ്റെ തെക്കുഭാഗം ഉഷ്ണമേഖലയിലും വടക്കു ഭാഗം ഉപോഷ്ണ മേഖല അഥവാ ഉഷ്ണമീതോഷ്ണ മേഖലയിലാണ്. ഇന്ത്യയിലെ ഭൂരൂപങ്ങൾ, കാലാവസ്ഥ, മണ്ണിനങ്ങൾ, സ്വാഭാവിക സസ്യജാലങ്ങൾ എന്നിവയിലെ വൈവിധ്യത്തിന് കാരണം ഇന്ത്യ വ്യത്യസ്ത അക്ഷാംശീയ മേഖലകളിലായി വ്യാപിച്ചിരിക്കുന്നു എന്നതാണ്. അപ്പോൾ എന്താണ്? രാജ്യത്തിൻ്റെ തെക്കുഭാഗം എവിടെയാണ്? ഉഷ്ണമേഖലയിലാണ്. വടക്ക് ഭാഗമാണെങ്കിൽ ഉപോഷ്ണ മേഖല അഥവാ ഉഷ്ണമീതോഷ്ണ മേഖലയിലാണ്. ഇനി എന്താണ് പഠിച്ചത്? ഇന്ത്യയിലെ ഭൂരൂപങ്ങൾ, കാലാവസ്ഥ, മണ്ണിനങ്ങൾ, സ്വാഭാവിക സസ്യജാലങ്ങൾ എന്നിവയിലെ വൈവിധ്യത്തിന് കാരണം എന്താണ്? ഇന്ത്യ വ്യത്യസ്ത അക്ഷാംശീയ മേഖലകളിലായിട്ട് വ്യാപിച്ചിരിക്കുന്നു എന്നതാണ്. ഇനി നമുക്ക് രേഖാംശീയ വ്യാപ്തിയും അത് ഇന്ത്യൻ ജനതയിൽ ഉണ്ടാക്കുന്ന സ്വാധീനവും നിരീക്ഷിക്കാം. രേഖാംശ മൂല്യങ്ങൾ നിരീക്ഷിച്ചാൽ ഇന്ത്യയുടെ കിഴക്കേ അറ്റവും പടിഞ്ഞാറേ അറ്റവും തമ്മിൽ ഏതാണ് 30 ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് എന്നത് വ്യക്തമാണ്. അപ്പോൾ രേഖാംശ മൂല്യങ്ങൾ നോക്കുകയാണെങ്കിൽ കിഴക്കും പടിഞ്ഞാറും തമ്മിലും എത്ര തന്നെയാണ്? 30 ഡിഗ്രി വീതമാണ് അല്ലേ? അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചു അക്ഷാംശ വ്യാപ്തിയും രേഖാംശ വ്യാപ്തിയും 30 ഡിഗ്രിയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കിഴക്കേ അറ്റവും പടിഞ്ഞാറേ അറ്റവും തമ്മിൽ എത്രയാണ്? 30 ഡിഗ്രിയാണ്. ഇത് രാജ്യത്തിൻ്റെ കിഴക്കേ അറ്റവും പടിഞ്ഞാറേ അറ്റവും തമ്മിൽ ഏകദേശം 2 മണിക്കൂർ സമയ വ്യത്യാസത്തിന് കാരണമാവുന്നു. ഇത് രാജ്യത്തിൻ്റെ കിഴക്കേ അറ്റവും പടിഞ്ഞാറേ അറ്റവും തമ്മിൽ ഏകദേശം 2 മണിക്കൂറാണ് അല്ലേ? 2 മണിക്കൂറാണ് സമയ വ്യത്യാസത്തിന് കാരണമാവുന്നത്. അപ്പോൾ കിഴക്കേ അറ്റവും പടിഞ്ഞാറേ അറ്റവും തമ്മിൽ എത്ര മണിക്കൂറിന് വ്യത്യാസമുണ്ട്? 2 മണിക്കൂറാണ് അല്ലേ? ഇനി എന്താണ് മാനകരേഖാംശം എന്ന് വെച്ചാൽ? മാനകരേഖാംശം എന്ന് വെച്ചാൽ ഈ മാനകരേഖാംശം നിശ്ചയിക്കുന്നതിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു പൊതുധാരണ നിലനിൽക്കുന്നുണ്ട്. പൊതുവായി 7:30 ഗുണങ്ങളായ രേഖാംശ രേഖയാണ് മാനകരേഖാംശ രേഖയായി പരിഗണിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? അതുകൊണ്ട് ഇന്ത്യയുടെ മാനകരേഖാംശം എത്രയാണ്? 82.5 ഡിഗ്രിയാണ് അല്ലേ? 82.5 82 ഡിഗ്രി എവിടെയാണ്? കിഴക്കായിട്ടാണ്. 82.5 ഡിഗ്രി കിഴക്കാണ്. ഇന്ത്യൻ മാനക സമയം ഗ്രീനിച്ച് മാനക സമയത്തേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് മുന്നിലുമാണ്. എന്താണ്? മാനക സമയം നോക്കുകയാണെങ്കിൽ, ഇന്ത്യൻ മാനക സമയം നോക്കുകയാണെങ്കിൽ ഗ്രീനിച്ച് സമയത്തേക്കാളും എത്ര വ്യത്യാസമുണ്ടെന്ന് പറയുകയാണെങ്കിൽ എത്രയാണ്? 5 മണിക്കൂറും അല്ലേ? 5.5 മണിക്കൂർ അല്ലേ? 5 മണിക്കൂർ 30 മിനിറ്റ് മുന്നിലാണ്. വിശാലമായ കിഴക്ക് പടിഞ്ഞാറ് വിസ്തൃതിയിൽ ഒന്നിലധികം മാനക സമയങ്ങളുള്ള ചില രാജ്യങ്ങളുണ്ട്. ഉദാഹരണമായി USA-ക്ക് 7 സമയ മേഖലകളുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പഠിച്ചത്? പ്രധാനമായിട്ടും പഠിച്ചത് എന്താണ്? ഇന്ത്യയിലെ വടക്ക് കാശ്മീരും തെക്ക് എന്താണ്? വടക്ക് കാശ്മീരും തെക്ക് കന്യാകുമാരിയുമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കാശ്മീർ എന്താണ്? കേന്ദ്രഭരണ പ്രദേശമാണെന്ന് അറിയാലോ അല്ലേ? ഇനി കിഴക്കാണെങ്കിൽ അരുണാചൽ പ്രദേശും പടിഞ്ഞാറ് എന്താണ്? ഗുജറാത്തുമാണ്. ഇനി ഇവ തമ്മിലുള്ള
ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ നോട്ടിക്കൽ മൈൽ അല്ലേ തീരത്ത് നിന്നും 12 നോട്ടിക്കൽ മൈൽ കടലിലേക്കാണ് വ്യാപിച്ച് കിടക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തിയും രേഖാംശ വ്യാപ്തിയും തമ്മിലുള്ള ഡിഗ്രി ഏകദേശം വ്യാപ്തി ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? ഏകദേശം 30 ഡിഗ്രി വീതമാണ്. ഇനി വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെയുള്ള ദൂരം ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 3214. ഇനി കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ദൂരം ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 2933 കിലോമീറ്ററുമാണ്. പിന്നെ എന്താ നമ്മൾ പഠിച്ചത്? ഇനി 2 രേഖാംശ രേഖകൾ തമ്മിലുള്ള അകലം ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ കുറഞ്ഞു വരാണ് ചെയ്യുന്നത്. എന്നാൽ അക്ഷാംശത്തിൽ എന്താണ് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല. ഇനി രാജ്യത്തിൻ്റെ തെക്ക് ഭാഗം ഉഷ്ണമേഖലയും വടക്ക് ഭാഗമാണെങ്കിൽ ഉപോഷ്ണ മേഖല അഥവാ ഉഷ്ണമിതോഷ്ണ മേഖലയിലാണ്. പിന്നെന്താ പഠിച്ചത്? ഇങ്ങനെ വ്യത്യാസം വരാൻ കാരണം ഇപ്പോൾ ഓരോ കാലാവസ്ഥയിലാണെന്നുണ്ടെങ്കിലും ഭൂപ്രകൃതിയിലാണെന്നുണ്ടെങ്കിലും അല്ലാതെ മണ്ണ് അങ്ങനെ പല കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വരാൻ കാരണം ഇതാണ് ഇന്ത്യ പല അക്ഷാംശീയ മേഖലകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്നതാണ്. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? രേഖാംശ മൂല്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിഴക്കേയറ്റവും പടിഞ്ഞാറേറ്റവും തമ്മിലും 30 ഡിഗ്രി വീതമാണ്. അതുപോലെ തന്നെ ഈ കിഴക്കേയറ്റവും പടിഞ്ഞാറേറ്റവും തമ്മിൽ എത്ര മണിക്കൂറാണ് വ്യത്യാസം? 2 മണിക്കൂറാണ്. ഇനി മാനക രേഖാംശം എന്ന് പറയുന്നത് 82.5 ഡിഗ്രിയാണ്. ഇനി മാനക രേഖാംശം ഇന്ത്യൻ മാനക രേഖാംശം 82 ഡിഗ്രിയാണെന്ന് പറഞ്ഞു. ഈ ഇന്ത്യൻ മാനക സമയം ഗ്രീനിച്ച് സമയത്തേക്കാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യത്യാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂറാണ്? 5.5 മണിക്കൂറാണ് അല്ലേ? 5.5 മണിക്കൂർ മുന്നിലാണെന്ന് പറഞ്ഞു. ഓക്കെ. ഇനി USA എത്ര മേഖലകളുണ്ട്? സമയ മേഖലകൾ USA 7 സമയ മേഖലകളാണ് ഉള്ളത്. ഓക്കെ. ഇനി എന്താണ് ഈ മാനക സമയം എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ച മാനക സമയം എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഈ മാനക സമയം, ഈ മാനക രേഖാംശത്തിൻ്റെ ഉപയോഗം എന്താണ് മാനക രേഖാംശത്തിൻ്റെ ഉപയോഗം? ജയ്സാൽമീറിനെ അപേക്ഷിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏകദേശം 2 മണിക്കൂർ മുമ്പേ സൂര്യൻ ഉദിക്കുന്നു. ജയ്സാൽമീറിനെ നോക്കുകയാണെങ്കിൽ, ജയ്സാൽമീർ എവിടെയാണ്? രാജസ്ഥാനിലാണ് അല്ലേ? അപ്പോൾ രാജസ്ഥാനെ വെച്ച് നോക്കുകയാണെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ 2 മണിക്കൂർ മുന്നേ തന്നെ സൂര്യൻ ഉദിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഭോപ്പാൽ, ചെന്നൈ, ജയ്സാൽമീർ എന്നിവിടങ്ങളിലും കിഴക്ക് ദിബ്രുഗഡ്, ഇംഫാൽ എന്നിവിടങ്ങളിലും വാച്ചുകൾ ഒരേ സമയമാണ് കാണിക്കുന്നത്. ഇത് എന്തുകൊണ്ടായിരിക്കും? മാനക രേഖാംശം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ എന്താ പറയുന്നത് ഇവിടെ? ജയ്സാൽമീറിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ 2 മണിക്കൂർ മുമ്പേ സൂര്യൻ ഉദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്നാൽ ഭോപ്പാൽ, ജയ്സാൽമീർ, അതുപോലെ തന്നെ ഈ കുറച്ച് സ്ഥലങ്ങൾ ചെന്നൈ, എവിടെയൊക്കെ പറഞ്ഞ ചെന്നൈ, ഇവയൊക്കെ ഒരേ ഒരേ സമയം തന്നെയാണ് കാണിക്കുന്നത് അല്ലേ? ഇതെന്താണ്? മാനക രേഖാംശത്തിൻ്റെ ആ ഒരു വ്യത്യാസം കാരണമാണെന്ന് പറഞ്ഞു. ഇനി വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിൽ 7ാമത്തെ രാജ്യമായ ഇന്ത്യയുടെ വിസ്തീർണം എത്രയാണ്? 3.28 ദശലക്ഷം കിലോമീറ്ററാണ്. അപ്പോൾ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്ക് 7ാം സ്ഥാനവും അതുപോലെ തന്നെ വിസ്തീർണം നോക്കുകയാണെങ്കിൽ എത്രയാണ്? 32,800 അല്ലേ? 3.28 ദശലക്ഷവുമാണ്. ലോകത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 2.4% ഇന്ത്യക്കുള്ളത്. ലോകത്തിൻ്റെ വിസ്തൃതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 2.4% ഇന്ത്യക്കുള്ളത്. ഇനി വലിപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറെ ഭൗതിക വൈവിധ്യമുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. വടക്ക് അത്യുന്നതമായിട്ടുള്ള പർവ്വതങ്ങൾ, ഗംഗ, ബ്രഹ്മപുത്ര, മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി തുടങ്ങിയ വൻ നദികൾ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ദക്ഷിണേന്ത്യയിലും ഹരിതാപമായ കുന്നിൻ പുറങ്ങൾ, വിശാലമായ മണൽ പരപ്പുകൾ നിറഞ്ഞ മരുപ്രദേശം എന്നിവ എടുത്തു പറയേണ്ടവ തന്നെയാണ്. ഇനി വടക്ക് ഹിമാലയ പർവ്വതവും വടക്ക് പടിഞ്ഞാറ് ഹിന്ദു കുഷ്, സുലൈമാൻ മലനിരകൾ, വടക്ക് കിഴക്ക് പൂർവാഞ്ചൽ മലനിരകൾ, തെക്ക് വിശാലമായ ഇന്ത്യൻ മഹാസമുദ്രം എന്നിവ അതിരിട്ട് നിൽക്കുന്ന ഒരു വിശാല ഭൂമിശാസ്ത്ര ഭാഗമാണ് ഇന്ത്യൻ ഉപദ്വീപ്. അപ്പോൾ എന്താ പഠിച്ചത് ഇവിടെ? നമുക്ക് ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ പർവ്വതങ്ങളും മലനിരകളും ഒക്കെ ഉണ്ട്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടതാണ് വടക്ക് ഹിമാലയ പർവ്വതമാണ്. വടക്ക് നോക്കുകയാണെങ്കിൽ ഹിമാലയ പർവ്വതം, വടക്ക് പടിഞ്ഞാറാണെങ്കിൽ ഹിന്ദു കുഷും സുലൈമാൻ മലനിരകളും കാണപ്പെടുന്നു. വടക്ക് കിഴക്കാണെങ്കിലോ പൂർവാഞ്ചൽ മലനിരകളാണ്. തെക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഓക്കെ. പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി ഹിമാലയവും മറ്റ് പർവ്വതനിരകളും പ്രാചീന കാലത്ത് ഒരു സ്വാഭാവിക തടസ്സമായി നിലകൊണ്ടിരുന്നു. ഖൈബർ, ഷിപ്കില, നാഥുല, ബോംഡില, ബോളൻ തുടങ്ങിയ ഏതാനും ചുരങ്ങളിലൂടെയല്ലാതെ ഇത് മുറിച്ചു കടക്കുക പ്രയാസകരമായിരുന്നു. ഇത് സവിശേഷ സത്വത്തോടു കൂടി ഒരു പ്രദേശമായി ഇന്ത്യൻ ഉപഭൂഖണ്ഡം രൂപപ്പെടുന്നതിന് സഹായകമായി. അപ്പോൾ എന്താ പറഞ്ഞു നിൽക്കുന്നത് ഇവിടെ? പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളും ഈ ഇന്ത്യൻ ഉപദ്വീപിൽ വരുന്നുണ്ട് അല്ലേ? ഏതാ പറഞ്ഞത്?
അല്ലെ. ഇന്ത്യൻ മഹാസമുദ്രം എന്നിവ അതിരിട്ട് നിൽക്കുന്ന ഒരു വിശാല ഭൂമി ശാസ്ത്രഭാഗമാണ് ഇന്ത്യൻ ഉപദ്വീപ്. പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഹിമാലയവും മറ്റ് പർവ്വതനിരകളും പ്രാചീന കാലത്ത് ഒരു സ്വാഭാവിക തടസ്സമായിട്ടായിരുന്നു നിലകൊണ്ടിരുന്നത്. കൈബർ, ഷിപ്കില, നാഥുല, ബോംഡില, ബോളൻ തുടങ്ങിയ ഏതാനും ചുരങ്ങളിലൂടെ അല്ലാതെ ഇത് മുറിച്ചു കടക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസകരമായിരുന്നു. ഇത് സവിശേഷ സ്വത്വത്തോടു കൂടിയ ഒരു പ്രദേശമായി ഇന്ത്യൻ ഉപഭൂഖണ്ഡം രൂപപ്പെടുന്നതിന് സഹായകമായി. ഇനി കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും രാജസ്ഥാനിലെ ജയ്സാൽമീർ മുതൽ മണിപ്പൂരിലെ ഇംഫാൽ വരെയും സഞ്ചരിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഭൗതിക വൈവിധ്യങ്ങളെക്കുറിച്ച് ഇന്ത്യയുടെ ഭൂപടം നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ഉപദ്വീപ് ഭാഗം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു. എന്താണ്? ഇന്ത്യയുടെ ഉപദ്വീപ് ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഇത് ഇന്ത്യക്ക് 600 കിലോമീറ്റർ തീരപ്രദേശം പ്രദാനം ചെയ്യുന്നു. ഇത് ഇന്ത്യക്ക് 600 കിലോമീറ്ററോളം തീരപ്രദേശം പ്രദാനം ചെയ്യുന്നു. ഇനി ബംഗാൾ ഉൾക്കടലിനെ നോക്കുകയാണെങ്കിൽ ബംഗാൾ ഉൾക്കടലിലെ ദ്വീപസമൂഹങ്ങളായ ബംഗാൾ ഉൾക്കടലിൽ എന്താണുള്ളത്? ആൻഡമാൻ നിക്കോബർ ആണുള്ളത്. ഇനി അറബിക്കടലിൽ എന്താണുള്ളത്? ലക്ഷദ്വീപാണല്ലേ. ലക്ഷദ്വീപ് ദ്വീപസമൂഹമാണുള്ളത്. ഇവയുടെ തീരപ്രദേശങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തീരദൈർഘ്യം എത്രയാണ്? 7517 കിലോമീറ്റർ ആണ്. അതായത് ഇന്ത്യ വൈവിധ്യങ്ങളായ വിഭവങ്ങൾ കൊണ്ടും ഭൗതിക വൈവിധ്യങ്ങൾ കൊണ്ടും സമ്പന്നമായ രാജ്യമാണ്. ഇനി ഇവിടെ നമുക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ നോക്കിയ പോലെ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയുടെ സോഴ്സ് നോക്കിയപ്പോൾ കണ്ടതാണ്. ഈ ഒരു ടേബിളിൽ നിന്ന് നന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിൾ നോക്കിയാൽ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഭുവൻ പോർട്ടലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സുസ്ഥിര വികസനത്തിൽ പ്രകൃതി വിഭവങ്ങളുടെയും പരിസ്ഥിതിയുടെയും പങ്കിനെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് വിവരങ്ങൾ നൽകുന്നതിനുള്ള ഭൂപടാധിഷ്ഠിത പഠന സഹായിയാണ് സ്കൂൾ ഭുവൻ എന്ന പോർട്ടൽ. ഇത് NCERT പാഠ്യപദ്ധതി അടിസ്ഥാനമാക്കിയുള്ള ഭുവൻ NRSC ISRO നടപ്പിലാക്കിയ ഒരു സംരംഭമാണ്. അപ്പോൾ ഭുവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സുസ്ഥിര വികസനത്തിൽ പ്രകൃതി വിഭവങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ പരിസ്ഥിതിയെയും കുറിച്ചിട്ടൊക്കെ വിദ്യാർത്ഥികൾക്ക് അറിയുന്നതിനുള്ള ഒരു ഭൂപടാധിഷ്ഠിത പഠന സഹായിയാണ് ഈ സ്കൂൾ ഭുവൻ എന്ന് പറയുന്ന ഒരു പോർട്ടൽ. ഇനി ഇന്ത്യയും അയൽ രാജ്യങ്ങളും തന്നിരിക്കുന്ന ഇന്ത്യയുടെ ഭൂപടം പരിശോധിക്കൂ. ഏഷ്യയുടെ ദക്ഷിണ മധ്യഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം. ഏഷ്യയിലാണ് ഇന്ത്യ ഉള്ളതെന്ന് അറിയാലോ. ഇന്ത്യൻ മഹാസമുദ്രം ഇതിൻ്റെ തെക്കൻ അതിരായിട്ട് നിലകൊള്ളുന്നു. തെക്ക് ഭാഗത്ത് എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇതിൻ്റെ 2 ശാഖകളാണ് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും. ഉപദ്വീപ് ഇന്ത്യയുടെ സമുദ്രത്തോട് ചേർന്നുള്ള സ്ഥാനം അയൽ രാജ്യങ്ങളുമായി ജലമാർഗവും വ്യോമമാർഗവും ബന്ധപ്പെടാൻ അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിലകൊള്ളുന്ന അയൽ രാജ്യങ്ങളായ ദ്വീപുകളാണ് ശ്രീലങ്കയും മാലിദ്വീപും. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള 2 ദ്വീപുകൾ ചോദിക്കുകയാണെങ്കിൽ ഇതാണ്. 2 അയൽ രാജ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതാണ്. 2 അയൽ രാജ്യങ്ങളായിട്ടുള്ള ദ്വീപുകൾ ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ശ്രീലങ്കയും മാലിദ്വീപുമാണ്. ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയെ വേർതിരിക്കുന്നത് ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കുമാണ്. അപ്പോൾ ഇത് ചോദിക്കാറുണ്ടല്ലേ. ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയെ വേർതിരിക്കുന്ന എന്താണ്? ഗൾഫ് ഓഫ് മാന്നാറും അതുപോലെ തന്നെ പാക് കടലിടുക്കുമാണ്. ഉൾക്കടലും കടലിടുക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഉൾക്കടലും കടലിടുക്കും തമ്മിലുള്ള വ്യത്യാസം? കറക്റ്റ് NCERT പറയുന്നുണ്ട് അല്ലേ. ഉൾക്കടലിനും കടലിടുക്കും തമ്മിൽ എന്താണ് ഉൾക്കടൽ എന്ന് വെച്ചാൽ കരയിലേക്ക് വളർന്നു നിൽക്കുന്ന വലിയൊരു ജലാശയമാണ് ഉൾക്കടൽ എന്ന് പറയുന്നത്. കരയിലേക്ക് വളർന്നു നിൽക്കുന്ന വലിയൊരു ജലാശയമാണ് ഉൾക്കടൽ. ഇവയ്ക്ക് വലിപ്പം കൂടുതലാണ്. അതുപോലെ തന്നെ 3 വശവും കരയാൽ ചുറ്റപ്പെട്ടതും ഒരു വശം സമുദ്രമാണ് അല്ലേ. 3 വശം കരയാണ്. അതുപോലെ തന്നെ ഒരു വശം സമുദ്രമാണ്. ഇതിന് എക്സാമ്പിളാണ് ബംഗാൾ ഉൾക്കടലൊക്കെ. ഇനി കടലിടുക്കെന്ന് വെച്ചാലോ വലിയ 2 ജലാശയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ജലമാർഗമായിരിക്കും. വലിയ 2 ജലാശയങ്ങളെ അതായത് സമുദ്രങ്ങളെയോ അല്ലെങ്കിൽ കടലുകളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ജലമാർഗമാണ് കടലിടുക്ക് എന്ന് പറയുന്നത്. ഇവയ്ക്ക് ഇരുവശത്തും നോക്കുകയാണെങ്കിൽ കരഭാഗങ്ങളാണ്. ഉൾക്കടലാണെങ്കിൽ 3 വശത്തും കരഭാഗമായിരുന്നു. കടലിടുക്കാണെങ്കിൽ 2 വശത്താണ് കരഭാഗങ്ങൾ എന്ന് പറയുന്നത്. ലോകവ്യാപാരത്തിൽ കപ്പലുകൾ സഞ്ചരിക്കാൻ ഇവ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് ഹോർമൂസ് കടലിടുക്കും പാക് കടലിടുക്കൊക്കെ. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഈ ഒരു നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇതുവരെ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ആൻസർ കമൻറ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയുടെ വിസ്തൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അക്ഷാംശ വ്യാപ്തി ഏതാണ്? കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയുമായി ഏറ്റവും ദൈർഘ്യമുള്ള അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ഏതാണ് ഇന്ത്യയുമായിട്ട് ഏറ്റവും ദൈർഘ്യമുള്ള അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? ഈ 4 ക്വസ്റ്റ്യനും കമൻറ്റ് ചെയ്യാനായിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് NCERT നമ്മൾ പഠിച്ച് പോയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ വരുന്നത് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം.